വിവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഡെയിലി ധാരാളം ഇംഗ്ലീഷ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ലീവ് ലെറ്റർ അയക്കാൻ, അതല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ധാരാളം ഇംഗ്ലീഷ് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. എന്നാൽ അതിനകത്തൊക്കെ ധാരാളം മിസ്റ്റേക്സും വരാറുണ്ട്. ഗ്രാമർ മിസ്റ്റേക്സോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, സെൻറ്റൻസിന് സ്ട്രക്ചർ, ഇങ്ങനെ ഒരുപാട് മിസ്റ്റേക്സിനകത്ത് വരാറുണ്ട്. അപ്പോൾ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ വളരെ പ്രൊഫഷണലായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ ടൂളാണ് ഗ്രാമർലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാമർലി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു പെർഫെക്റ്റ് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഒരു പെർഫെക്റ്റ് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ഓൺലൈൻ ടൂളാണ് ഗ്രാമർലി എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ വേർഡിലൊക്കെയാണെങ്കിൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ കാണിച്ചു കഴിഞ്ഞെങ്കിലും ഗ്രാമർ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വലിയൊരു ഡോക്യുമെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള ധാരാളം മിസ്റ്റേക്സ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാമർലി ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വളരെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഗൂഗിളിനകത്ത് ഗ്രാമർലി ഫോർ ക്രോം എന്ന് സെർച്ച് ചെയ്യുക. ഗ്രാമർലി ഫോർ ക്രോം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിത് ക്രോമിനകത്ത് യൂസ് ചെയ്യാനുള്ള ഒരു എക്സ്റ്റൻഷനാണ്. ഗ്രാമർലി ഫോർ ക്രോം എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് സെക്കൻഡ് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ഗ്രാമർലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബ്രൗസറിൻ്റെ മുകളിലായിട്ടൊരു ഗ്രാമർലിയുടെ ഒരു ഗ്രീൻ ബട്ടൺ കാണിക്കും. അപ്പോൾ നമുക്കിനി ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ രണ്ട് ഓപ്ഷൻ കാണിക്കും, ന്യൂ ഡോക്യുമെൻറ്റ്, മൈ ഗ്രാമർലി എന്ന് പറഞ്ഞിട്ട്. ആ ന്യൂ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാമർലിയുടെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനകത്തുള്ള എറേഴ്സോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ഡോക്യുമെൻറ്റ് കാണിക്കാം. ഈ ഒരു ഡോക്യുമെൻറ്റ് ഇതിപ്പോൾ വേർഡിനകത്ത് ചെയ്തിട്ടിരിക്കുന്ന ഡോക്യുമെൻ്റാണ്. ഒറ്റ നോട്ടത്തിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇവിടുന്ന് നേരെ കോപ്പി ചെയ്ത് നമ്മളുടെ ഗ്രാമറിലേക്കകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞ വരും. ജസ്റ്റ് ഡൺ അടിച്ച് കൊടുത്താൽ മതി. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഉള്ള മിസ്റ്റേക്സ് എല്ലാം ബ്ലൂ അല്ലെങ്കിൽ റെഡ് കളറിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ഓവറോൾ സ്കോർ 79 കാണിക്കുന്നുണ്ട്, 3 കറക്ഷൻസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ഈ ഒരു ഡോക്യുമെൻറ്റ് ഇതിൻ്റെ ക്ലാരിറ്റി വെരി ക്ലിയർ ആണെന്ന് പറയുന്നത്. അത് ഒരാൾക്ക് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു എറേഴ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ താങ്ക് യു സോ മച്ച് ഇൻ ടേക്കിംഗ് വിത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കറക്ഷൻ പറയുന്നുണ്ട്. ഈ പ്രിപ്പോസിഷൻ ഇൻകറക്റ്റ് ആണ്, അതായത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളതും ഗ്രാമറിൽ കൃത്യമായിട്ട് പറഞ്ഞുതരും. പ്രിപ്പോസിഷൻ ഇൻകറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അവിടെ 4 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 4ൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു എറർ ക്ലിയർ ആയി. ഇനി അടുത്തത് വരുന്നത് ഐ വുഡ് റിയലി അപ്രിഷിയേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിയലി എന്നുള്ളത് റിമൂവ് ദി ഫ്രേസ് എന്നാണ് പറയുന്നത്. അതായത് അവിടെ റിയലി എന്ന് പറയുന്നത് അൺനെസസറി എന്നാണ് പറയുന്നത്. അപ്പോൾ റിയലിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും റിമൂവ് ചെയ്ത് കളയും. പിന്നെ ഐ ആം അറ്റാച്ച്ഡ് എന്നാണ്, അതായത് വെർബ് ഫോം ചേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ഐ ആം അറ്റാച്ച്ഡ് അല്ല വേണ്ടത്, ഐ ഹാവ് അറ്റാച്ച്ഡ് ആണ് വേണ്ടത്. അപ്പോൾ ഹാവ് അറ്റാച്ച്ഡ് ക്ലിക്ക് ചെയ്താൽ ആ എററും കറക്റ്റായി. അതുപോലെ ലാസ്റ്റത്തെ എറർ ഐ ആം ഓൾസോ അറ്റാച്ച്ഡ് എന്ന് വെച്ചിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഐ ഹാവ് ഓൾസോ അറ്റാച്ച്ഡ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഡോക്യുമെൻറ്റിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഗ്രാമർ മിസ്റ്റേക്സും ക്ലിയർ ആയി. നമ്മുടെ ഡോക്യുമെൻറ്റ് ഇപ്പോൾ നോക്കിയാൽ കാണാം ഓവറോൾ സ്കോർ 91 ആണ്. അതുപോലെ കറക്റ്റ്നെസ് അത് ലുക്കിംഗ് ഗുഡ് ആണ്, വേറെ ഒന്നുമില്ല. ക്ലാരിറ്റി വെരി ക്ലിയർ ആണ്. അതായത് നമ്മുടെ ഡോക്യുമെൻ്റ് ഇപ്പോൾ പെർഫെക്റ്റ് ആയി. ഇനി ഒരു 4 സജഷൻസ് കൂടെ ഗ്രാമറിൽ കാണിക്കുന്നുണ്ട്, വേർഡ് ചോയ്സിലും പങ്ക്ച്വേഷൻ്റെയും കേസിൽ. അത് പക്ഷേ ഗ്രാമറിയുടെ പെയ്ഡ് വേർഷനിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഓവറോൾ സ്കോർ എന്ന് പറയുന്നത് 100 ആവും. അപ്പോൾ അതില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. അത് ഇങ്ങനെ കിടന്നാൽ പോലും കുഴപ്പമില്ല. ഒരു 91 അല്ലെങ്കിൽ 90 എബോവ് ഒക്കെ സ്കോറുള്ള ഒരു ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഡോക്യുമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പർപ്പസിന് വേണമെങ്കിലും ഈ ഒരു ഡോക്യുമെൻറ്റ് ഡയറക്റ്റ് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓരോ കമ്പനികളിലേക്കോ അല്ലെങ്കിൽ കമ്പനികളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസിനോ അല്ലെങ്കിൽ നമ്മൾ ജോബ് ആപ്ലിക്കേഷനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് റിപ്പോർട്ടോ പ്രപ്പോസലൊക്കെ ആയിട്ട് ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അത് ഇതുപോലെ എറേഴ്സ് ഒന്നും ഇല്ലാതെ പ്രൊഫഷണലായിട്ടുള്ള ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഇല്ലാത്തൊരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ഓൺലൈൻ ടൂളാണ് ഈ ഗ്രാമർലി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് നമുക്ക് വിത്തൗട്ട് എറേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. IT ട്രെയിനിങ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തൊരു സപ്പോർട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.